നമ്മൾ പലപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, എപ്പോഴെങ്കിലും തലവേദനയാവുന്നു, അതല്ലെങ്കിൽ കാല് വേദനയാവുന്നു, മേലുവേദനയാവുന്നു എന്നൊക്കെ പറയുമ്പം ടിപ്പിക്കലി നമ്മുടെ വീട്ടിലെ ഉമ്മമാരൊക്കെ അല്ലെങ്കിൽ അമ്മമാർ പറയാറുള്ളൊരു സാധനം അതിങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ടാണ്, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ എപ്പോഴും ഉപയോഗിച്ചിട്ടാണ്. മോസ്റ്റ്ലി ഇതിൻ്റെ ഒരു പ്രതികാരം അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിക്കൂട്ടിൽ വരാറുള്ളത് നമ്മുടെ മൊബൈൽ ഫോണായിരിക്കും. പലപ്പോഴും നമ്മൾ സൈക്കോളജിയിൽ യുജിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും ഒക്കെ ഡിസർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ഐഡിയ ആലോചിക്കുന്ന സമയത്ത് ടെക്നോളജിയെ എപ്പോഴും കൂട്ടുപിടിക്കാറുണ്ട്. ടെക്നോളജിയെ കൂട്ടുപിടിക്കുക എന്ന് പറയുന്ന സമയത്ത് ടെക്നോളജിയുടെ ഏതെങ്കിലും ഒരു ഇമ്പാക്റ്റ് പല ആസ്പെക്റ്റിൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ ഡിവൈസസ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പുതിയ കാലത്ത് വലിയ അർത്ഥത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു റിസർച്ച് ഏരിയയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ടെക്നോളജി. ഇതിനെ പലപ്പോഴും പോസിറ്റീവ് കമ്പ്യൂട്ടിംഗ് എന്നും പറയാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് ടെക്നോളജി മാറിയിട്ടുണ്ട്. നമ്മൾ അക്കാഡമിക്സ് ആണെങ്കിലും ഇനി ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഇനി അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്, ഒരു റിലീഫിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ലെഷർ ആക്ടിവിറ്റി ആയിട്ട് പോലും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് ഏതെങ്കിലും അർത്ഥത്തിലൊരു ടെക്നോളജി ഡിവൈസുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജി എൻവയോൺമെൻറ്റുമായിട്ടാണ്. സോ അത്രമേൽ നമുക്കിങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ജീവിതമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു സംഭവമായിട്ട് ടെക്നോളജി മാറിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഡിജിറ്റൽ ഇൻട്രാക്റ്റീവ് ഡിവൈസ് എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ എല്ലാതരം ഇൻട്രാക്ഷൻസും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് HCI ഓർ ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ. നമുക്കിനി പോസിറ്റീവ് ടെക്നോളജി എന്താണെന്ന് പറയാം. സിമ്പിളായി പറഞ്ഞാൽ യൂസിങ് പോസിറ്റീവ് സൈക്കോളജി പ്രിൻസിപ്പിൾസ് ഇൻ ടെക്നോളജി ഡിസൈൻ, അതല്ലെങ്കിൽ ദി എമർജൻസ് ഓഫ് വെൽബീയിങ് ഡിസൈൻ. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺസ് തുടങ്ങിയ ഡിജിറ്റൽ ഡിവൈസസ് നമ്മുടെ റെഗുലർ കമ്പാനിയൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബട്ട് ഹാവ് ദേ മെയ്ഡ് അസ് എനി ഹാപ്പിയർ? നമ്മുടെ സന്തോഷത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മുടെ വെൽബീയിങ്ങിലേക്കോ വെൽനെസ്സിലേക്കോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ടെക്നോളജി എൻവയോൺമെൻറ്റിന്, ഡിജിറ്റൽ എൻവയോൺമെൻറ്റിന്, ഡിജിറ്റൽ ഡിവൈസസിന് സാധിക്കുന്നുണ്ടോ എന്ന ക്യൂരിയോസിറ്റിയിലാണ് പോസിറ്റീവ് ടെക്നോളജിയുടെ സാധ്യത തുടങ്ങുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മനുഷ്യരുടെ ഹാപ്പിനെസ്സിൽ, വെൽബീയിങ്ങിൽ, വെൽനെസ്സിൽ ടെക്നോളജിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ്ലി അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് കോൺസിക്വൻസസ്, അതല്ലെങ്കിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു സൈബർ അഡിക്ഷൻ, ടെക്നോ സ്ട്രെസ്, വയലൻറ്റ് വീഡിയോ ഗെയിംസ്, പ്രൈവസി റിസ്ക്, ഇങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനിയും ഏറെ പ്രാധാന്യത്തോടു കൂടെ തന്നെ പഠിക്കേണ്ടത് തന്നെയാണ്. ഓൺ ദി അതർ സൈഡ്, ഇത്തരം ഇൻറ്ററാക്റ്റീവ് ഡിജിറ്റൽ ഡിവൈസസ് ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും വെൽബീയിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മേഖല ഏറെ പ്രാധാന്യത്തോടു കൂടെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നാണ്. ഇവിടെയാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷനിലുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നത്. പോസിറ്റീവ് ടെക്നോളജി എന്ന് പറയുന്ന സമയത്ത് അത് കൺസിഡർ ചെയ്യപ്പെടുന്നത് ഇറ്റ് ഈസ് എൻ ഇൻ്റഗ്രേഷൻ ഓഫ് യൂസർ എക്സ്പീരിയൻസ് റിസർച്ച് ആൻഡ് പോസിറ്റീവ് സൈക്കോളജി റിസർച്ച്. പോസിറ്റീവ് സൈക്കോളജിയുടെയും യൂസർ എക്സ്പീരിയൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് പലപ്പോഴും പോസിറ്റീവ് ടെക്നോളജിയെ പറയാറുള്ളത്. നമ്മൾ ഈ സൈക്കോളജിയുടെ ചരിത്രം നോക്കുന്ന സമയത്ത്, സൈക്കോളജിയുടെ ഹിസ്റ്ററിയും ഇവല്യൂഷനൊക്കെ നോക്കുന്ന സമയത്ത്, സൈക്കോളജി വാസ് മോർ ഫോക്കസ്ഡ് ഓൺ മെൻ്റൽ ഇൽനെസ്സസ്, മെൻ്റൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യരുടെ സൈക്കോളജിക്കൽ ഇൽനെസ്സസിലും സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു സൈക്കോളജി മോസ്റ്റ്ലി ഉണ്ടായിരുന്നത്. 1980കളുടെ അവസാനത്തോടു കൂടിയാണ് ഈ ഒരു പത്തോളജി സെൻറ്റേർഡ് അപ്രോച്ചിനോടുള്ള വിയോജിപ്പുകൾ ഉണ്ടാവുന്നതും കുറച്ചുകൂടെ മറ്റൊരു രീതിയിൽ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് ആൾക്കാരുടെ മെൻ്റൽ വെൽബീയിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ള വേറൊരു അപ്രോച്ചിനെ കുറിച്ചിട്ടുള്ള സാധ്യതകൾ എന്താണ് എന്നൊക്കെയുള്ള ആലോചനകൾ നടക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് മെൻ്റൽ ഫങ്ഷനിങ്ങിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ച്, ഒരു ഡിസിപ്ലിൻ, അല്ലെങ്കിൽ സൈക്കോളജിക്ക് അകത്ത് തന്നെയുള്ള മറ്റൊരു ധാര ഉണ്ടായി വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ്. സൈക്കോളജിക്ക് അതുവരെ ഉണ്ടായിരുന്ന ഡിസോർഡേഴ്സ്, ഡാമേജസ്, സഫറിങ്സ് എന്നൊക്കെയുള്ളതിലുള്ള ഫോക്കസിനെ നേരെ ഇപ്പുറത്തോട്ട് ആൾക്കാരുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് ആയിട്ടുള്ള ഹോപ്പ്, റെസീലിയൻസ്, ക്രിയേറ്റിവിറ്റി, ഗ്രോത്ത് എന്നൊക്കെയുള്ള പോസിറ്റീവ് ക്വാളിറ്റീസിലേക്ക് സൈക്കോളജിയുടെ ലെൻസിൻ്റെ ഫോക്കസ് മാറ്റിവെച്ചത് ആ ഒരു കാലഘട്ടത്തിലാണ്. 2000 പുറത്തിറങ്ങിയ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ജേർണലിൻ്റെ
എഡിഷനിലാണ് ഒഫീഷ്യലി പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് മാർട്ടിൻ സെലിഗ്മാനും മിഹാലിയും കൂടെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. സൈക്കോളജിയുടെ കൺവെൻഷണൽ പ്രാക്ടീസിൽ നിന്ന്, കൺവെൻഷണൽ ഫോക്കസിൽ നിന്ന് എങ്ങനെയാണോ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു ഫോക്കസിലേക്ക് മാറിയത്, അതുപോലെ തന്നെ ടെക്നോളജി എന്ന് പറയുന്ന സാധ്യത നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അതിൻ്റെ നെഗറ്റീവ് കോൺസിക്വൻസസിനെ പറ്റിയിട്ട് നമ്മൾ ആലോചനകൾ ഒരുപാട് നടന്നിട്ടുണ്ട്, ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ബട്ട് അതിനപ്പുറത്തേക്ക് നെഗറ്റീവ് ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ അടുത്ത പടി എന്നുള്ള രീതിയിൽ എങ്ങനെ ഇത്തരം എൻവയോൺമെൻറ്റിനെ, ടെക്നോളജി എൻവയോൺമെൻറ്റിനെ, ഡിജിറ്റൽ എൻവയോൺമെൻറ്റിനെ ആൾക്കാരുടെ വെൽബീയിങ്ങിലേക്ക്, വെൽനെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാമെന്നുള്ള വളരെ അപ്കമിങ് ആയിട്ടുള്ളൊരു മേഖല മുന്നിൽ ഉണ്ട്. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ. സൈക്കോളജിയിൽ UG പഠിക്കുന്ന ആളാണെങ്കിലും PG പഠിക്കുന്ന ആളാണെങ്കിലും ഒക്കെ ഇനി അങ്ങോട്ട് വലിയ സാധ്യതകളുള്ള, ഒരുപാട് മേഖലകളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള, ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരുപാട് കൊളാബറേഷൻസിന് സാധ്യതയുള്ള ഒരു റിസർച്ച് മേഖലയായിട്ട് പോസിറ്റീവ് ടെക്നോളജി അതല്ലെങ്കിൽ പോസിറ്റീവ് കമ്പ്യൂട്ടിംഗ് ഉണ്ടാകും. നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു അർത്ഥത്തിലുള്ള വീഡിയോസ് ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പോസിറ്റീവ് ടെക്നോളജിയെക്കുറിച്ച് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മളെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെക്നോളജി തന്നെയായിരിക്കും എന്നുള്ളതാണ്. കൂടുതൽ വീഡിയോസ് നമ്മൾ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്. വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പണ്ട് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് എൻ്റെ ഇത്ത സ്കൂളിലൊരു പ്രസംഗ മത്സരത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം എന്നുള്ള വിഷയത്തെക്കുറിച്ചൊരു പ്രസംഗം പഠിക്കുന്നത് അവളിങ്ങനെ ഉച്ചത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ട് അത് കാണാതെ പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ കേട്ട ആ പ്രസംഗത്തിലെ കുമാരനാശാൻ്റെ ചില വരികളുണ്ടായിരുന്നു. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. നമ്മളിങ്ങനെ വളരെ ചെറുതായിരുന്നാൽ പോലും നമുക്ക് കിട്ടുന്ന ചെറിയ ഇൻസൈറ്റ്സ്, ചെറിയ ഇൻഫോർമേഷൻസ്, നോളജിൻ്റെ ചെറിയ ശകലങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെയാണ് അത് ഫ്രൂട്ട്ഫുള്ളായി മാറുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ്, ബെനഫിറ്റ് നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുള്ളൂ എന്നുള്ളൊരു മനസ്സിലാക്കലിൻ്റെ ബലത്തിലാണ് വീഡിയോ ചെയ്ത് തുടങ്ങുന്നത്. സോ നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അവസാനിപ്പിച്ചോട്ടെ.